ഓതിരവും കടകവും പൂഴിക്കടകനും കുതിരക്കച്ചവടവും ഒക്കെയായി അണിയറയിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്തു പ്രയോഗിക്കുന്നതിനുള്ള തുടക്കമായിരിക്കുകയാണ് രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ. എതിരാളിയെ വെട്ടിവീഴ്ത്തണം, ഒപ്പം തന്നെ കൂടെ നിൽക്കുന്നവനെയും കുതികാൽ വെട്ടണം. എങ്കിലേ തങ്ങളുടെ സീറ്റുകൾ, തങ്ങളുടെ അധികാരങ്ങൾ ഉറപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആവനാഴിയിലുള്ള അവസാന ആയുധങ്ങൾക്കും മൂർച്ച കൂട്ടുകയാണ് രാഷ്ട്രീയക്കാർ. അതിൽ LDF എന്നോ UDF എന്നോ BJP എന്നോ പക്ഷഭേദം ഒട്ടും തന്നെയില്ല. ഇപ്പോൾ കേരളം ആകെ ചർച്ച ചെയ്യുന്നത് നായർ ഈഴവ ഐക്യത്തെക്കുറിച്ചാണ്. SNDP NSS സംഘടനകളുടെ സംയോജനത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സഹകരണത്തെക്കുറിച്ചാണ്. SNDPയും NSSും യോജിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണെന്നും അത് കാലഘട്ടത്തിന്റെ നീതിയാണെന്നും വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരിക്കുന്നു. NSSുമായി സഹകരിച്ചു പോകണം എന്ന് SNDPക്ക് ആഗ്രഹമുണ്ട്, NSSനും അങ്ങനെയൊരു നീക്കമുണ്ട് എന്ന് വെള്ളാപ്പള്ളി പ്രസ്താവിച്ചിരിക്കുന്നു. SNDP ആവശ്യപ്പെടുകയാണെങ്കിൽ NSS തുറന്ന സമീപനമാണ് സ്വീകരിക്കുകയെന്ന് സുകുമാരൻ നായർ. ഇതുപോലുള്ള നീക്കങ്ങൾ വരുന്ന നിയമസഭാ ഇലക്ഷനെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കുകയാണ് രാഷ്ട്രീയ ലോകം. ഇതുവരെ ന്യൂനപക്ഷ വോട്ട് എന്ന രീതിയിൽ നിന്ന ഇടതുപക്ഷത്തിന് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം മനസ്സിലായി: വരുന്ന നിയമസഭാ ഇലക്ഷന് ന്യൂനപക്ഷത്തെ മാത്രം കാത്തു നിന്നാൽ മതിയാകില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷം ഇടതുപക്ഷത്തിന് എതിരായി കഴിഞ്ഞു എന്ന കാര്യവും. അപ്പോൾ പ്രബലമായ രണ്ട് സമുദായങ്ങളെ, നായർ സമുദായത്തെയും ഈഴവ സമുദായത്തെയും തങ്ങളോടൊപ്പം നിർത്തുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ ഇടതുപക്ഷം തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അങ്ങനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് സഹകരിക്കാൻ SNDPയുടെയും NSSന്റെയും നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു. 2012 സെപ്റ്റംബറിൽ NSSും SNDPയും ഒന്നു ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കും എന്നൊരു നയരേഖ ഉണ്ടാക്കിയതാണ്. SNDPയും NSSും പരസ്പരം കോടതിയിൽ നൽകിയിട്ടുള്ള പല കേസുകളും ഇതിനോടൊപ്പം പിൻവലിക്കപ്പെട്ടു. എന്നാൽ സംവരണത്തെ ചൊല്ലി പിന്നീട് ഇരു വിഭാഗങ്ങളും അകലുകയായിരുന്നു. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് ദേവസ്വം ബോർഡിൽ നിയമനത്തിന് അനുമതി നൽകുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് NSSും എതിർത്തുകൊണ്ട് SNDPയും നിലപാടെടുത്തു. 2 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ആ ബാന്ധവം പൊളിഞ്ഞു. 2014 ഫെബ്രുവരിയിൽ BDJS രൂപവൽക്കരണ സമയത്ത് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഐക്യമാണ് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ NSSന്റെയും SNDPയുടെയും പുതിയ ബാന്ധവത്തിൽ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം എന്ന രീതിയിൽ വെള്ളാപ്പള്ളി തിരുത്തിയിട്ടുമുണ്ട്. ഈ ഐക്യത്തിന് ഇടതുപക്ഷത്തിന്റെ അനുഗ്രഹാശിസുകളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തിരിച്ചടി കിട്ടിയ LDFന് അല്പം ആശ്വാസം നൽകുന്നതാണ് ഈ ഒരു കൂടിച്ചേരൽ. ഈ കൂടിച്ചേരലിന്റെ മുഖ്യ ശത്രു VD സതീശനാണ്. VD സതീശനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ് ഈ സഖ്യത്തിന്റെ ലക്ഷ്യവും. തദ്ദേശ സ്വയംഭരണ ഇലക്ഷന്റെ റിസൾട്ട് വന്നതോടുകൂടി ആത്മവിശ്വാസം വീണ്ടെടുത്ത കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടിയാണ് SNDP NSS സഖ്യം. ഭരണം കിട്ടും എന്നൊരു പ്രതീക്ഷ വന്നപ്പോൾ തന്നെ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്കുകളും തമ്മിൽ തല്ലും കുതികാൽ വെട്ടലും എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. സതീശനെ ഒതുക്കാൻ കിട്ടിയ അവസരം UDFും പാഴാക്കുന്നില്ല. കാരണം ഇത് കോൺഗ്രസ് ആണ്. തമ്മിൽ തല്ലലില്ലെങ്കിൽ എന്ത് കോൺഗ്രസ്? കുതികാൽ വെട്ടലില്ലെങ്കിൽ എന്ത് കോൺഗ്രസ്? പരസ്പരം പാര പണിഞ്ഞില്ലെങ്കിൽ എന്ത് കോൺഗ്രസ്? ഇപ്പോൾ തന്നെ VD സതീശനെതിരെ SNDPയും NSSും ഒന്നിച്ച് ആക്രമണം നടത്തിയപ്പോൾ സതീശന് വേണ്ടി അനുകൂലമായി സംസാരിക്കാൻ ഒരു നേതാക്കളുമില്ല. സതീശനെ കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും അനുകൂലിക്കാനും ആരും തയ്യാറായി വരുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കസേര ഉണ്ടാക്കി വെച്ചവരും കസേര പണിയുന്നവരും കസേരയ്ക്ക് മരം വെട്ടാൻ പോയവരുമൊക്കെ തമ്മിൽ തല്ലുകയാണ് കോൺഗ്രസിൽ. പരസ്പരം വിഴുപ്പലക്കലും പാരവയ്ക്കലും കുതികാൽ വെട്ടലും കുതിര കച്ചവടവും കോൺഗ്രസിനകത്ത് തന്നെ നടക്കുന്നു. കൂടെയുള്ളവനെ പണിതിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ എതിരാളിയെ ഒന്ന് നോക്കാം എന്ന മട്ടിലാണ് കോൺഗ്രസ് നേതാക്കൾ. കേരള രാഷ്ട്രീയത്തിൽ വൻ മുന്നേറ്റം നടത്താനും വിജയശക്തിയാവാനും ഭാവിയിൽ മുഖ്യമന്ത്രി പദവും ഒക്കെ സ്വപ്നം കാണുന്ന BJPക്കും തിരിച്ചടിയാണ് ഈ NSS SNDP സഖ്യം.
അച്ഛനായ വെള്ളാപ്പള്ളി ഇടതുപക്ഷ ഭരണത്തിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മകൻ തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്ര ഭരണത്തിനൊപ്പമാണ്, BJPക്കൊപ്പമാണ്. മുൻപൊരിക്കലുണ്ടായ SNDP NSS സഖ്യം സംവരണത്തിൽ തട്ടി 2 വർഷം തികയുന്നതിന് മുമ്പ് വേർപിരിഞ്ഞതാണ്. ഇപ്പോഴുണ്ടാകുന്ന സഖ്യം എത്ര നാൾ തുടരും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.